അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് സോഫ്റ്റ്വെയർ ഡിസൈനിനെ കുറിച്ചാണ്. ഡിസൈൻ എന്നുള്ള ഫേസിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന് നമ്മൾ ആ ഒരു ഫേസിലേക്ക് എപ്പോഴാണ് കയറുക? നമ്മൾ റിക്വയർമെൻറ്റ് ഡോക്യുമെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിസൈനിങ് ഫേസിലേക്ക് കയറും. ഡിസൈൻ ഈസ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ട്രാൻസ്ഫോമിങ് ദ പ്രോബ്ലം ഇൻ ടു എ സൊല്യൂഷൻ. അപ്പോൾ ഒരു സൊല്യൂഷനെ ഒരു പ്രോബ്ലത്തിനെ ഒരു സൊല്യൂഷനാക്കി മാറ്റുന്ന ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഏതാണ്? ഡിസൈനിങ് ഫേസ് ആണ്. Software design is an iterative process through which requirements are translated into a blueprint for constructing the software. ഒരു സോഫ്റ്റ്വെയറിനെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് റെഡിയാക്കുകയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഡിസൈനിങ്ങിലൂടെ ചെയ്യുന്നത്. ഒരു ഏകദേശ രൂപം നമുക്കിതിലൂടെ കിട്ടും. The blueprint depicts a holistic view that reflects a high level of abstraction which can be directly traced to the specific system objective. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഏകദേശം ഒരു സിസ്റ്റം ഒബ്ജക്റ്റീവ്, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്ത് ചെയ്യാം, നമുക്ക് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഒരു ഏകദേശ രൂപം നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ഔട്ട് ചെയ്യാം. ആൻഡ് മോർ ഡീറ്റെയിൽഡ് ഡാറ്റ, ഫങ്ഷണൽ ആൻഡ് ബിഹേവിയറൽ റിക്വയർമെൻറ്റ്സ് ആസ് ഡിസൈൻ ഐട്രേഷൻസ് ഒക്കെ. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ ഡിസൈൻ ഐട്രേഷൻ കഴിയുമ്പോഴും എന്താ വരിക, അവിടെ ഒന്നും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ഡിസൈൻ റെപ്രസെൻറ്റേഷൻസ് നമുക്ക് കിട്ടും അല്ലേ. സബ്സിക്വൻറ്റ് റിഫൈൻമെൻറ്റ് ലീഡ്സ് ടു ഡിസൈൻ റെപ്രസെൻറ്റേഷൻസ് അറ്റ് മച്ച് ലോവർ ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ ദാറ്റ് ക്യാൻ ട്രാൻസ്ലേറ്റഡ് ഡയറക്ട്ലി ഇൻ ടു കോഡ്സ്. അപ്പോൾ അവിടെ ഒന്നും കൂടെ എന്ത് ചെയ്യും, റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, ഒരു ഡിസൈൻ നമുക്ക് കിട്ടുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് കോഡാക്കി മാറ്റാൻ പറ്റുന്ന ഒരു അത്രയും സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് നമുക്ക് കയ്യിൽ കിട്ടും ഇതിൻ്റെ ഓരോ ഐട്രേഷൻസ് കഴിയുമ്പോഴും. പിന്നെ ഡ്യൂറിങ് ദ ഡിസൈൻ ഫേസ് ഈച്ച് ഓഫ് ദ എലമെൻറ്റ്സ് ഓഫ് ദ റിക്വയർമെൻറ്റ്സ് മോഡൽ സച്ച് ആസ് സിനാരിയോ ബേസ്ഡ്, ക്ലാസ് ബേസ്ഡ്, ഫ്ലോ ഓറിയൻറ്റഡ് ആൻഡ് ബിഹേവിയറൽ എലമെൻറ്റ്സ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ that is necessary to create the 4 design models required for a complete specification of design. അപ്പോൾ ഒരു കംപ്ലീറ്റ് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഡിസൈൻ ഫേസിലും നമുക്ക് ഒരുപാട് മോഡൽസ് ആവശ്യമുണ്ട്. സിനാരിയോ ബേസ്ഡ് മോഡൽ, ക്ലാസ് ബേസ്ഡ് മോഡൽ, ഫ്ലോ ഓറിയൻറ്റഡ് മോഡൽ, ബിഹേവിയറൽ എലമെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് മോഡൽസ് എന്ത് ചെയ്യുന്നുണ്ട്, അതിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഡ്യൂറിങ് സോഫ്റ്റ്വെയർ ഡിസൈനാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ആ ഒരു ഡയഗ്രത്തിൽ. അപ്പോൾ അവിടെ എന്തുണ്ട്, സിനാരിയോ ബേസ്ഡ് എലമെൻറ്റ്സ് ഉണ്ട്. അവിടെ എന്തൊക്കെ വരുന്നുണ്ട്, യൂസ് കേസ് ഡയഗ്രാം, ആക്ടിവിറ്റി ഡയഗ്രാം, സ്വിം ലൈൻ ഡയഗ്രാം ഒക്കെ അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ ഫ്ലോ ഓറിയൻറ്റഡ് എലമെൻറ്റ്സിൽ ഡാറ്റ ഫ്ലോ ഡയഗ്രാംസ് ഉണ്ട്, കൺട്രോൾ ഫ്ലോ ഡയഗ്രാംസ് ഉണ്ട്, പ്രോസസ്സിംഗ് നെറേറ്റീവ്സ് ഉണ്ട്. പിന്നെ ബിഹേവിയറൽ എലമെൻറ്റ്സിൽ സ്റ്റേറ്റ് ഡയഗ്രാംസ്, സീക്വൻസ് ഡയഗ്രാംസ്, ക്ലാസ് ബേസ്ഡ് എലമെൻറ്റ്സിൽ ക്ലാസ് ഡയഗ്രാംസ്, അനാലിസിസ് പാക്കേജസ്, CRC മോഡൽസ്, കൊളാബറേഷൻ ഡയഗ്രാംസ്. അപ്പോൾ നോക്ക്, ഈ പറഞ്ഞ എല്ലാ എലമെൻറ്റ്സും തമ്മിൽ എന്തുണ്ട്, ഇൻ്റർ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറമെ എന്താ ഉള്ളത്, നമ്മൾ ഡിസൈൻ മോഡലിൽ നോക്കുക, അവിടെ കമ്പോണൻറ്റ് ലെവൽ ഡിസൈനിങ് ആണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. പിന്നെ ഇൻ്റർഫേസ് ഡിസൈന്, ആർക്കിടെക്ചറൽ ഡിസൈന്, ഡാറ്റ ഓർ ക്ലാസ് ഡിസൈന്, അങ്ങനെ ഓരോന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ പിരമിഡിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് കമ്പോണൻറ്റ് ലെവൽ ഡിസൈനാണ് മേലെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇൻ്റർഫേസ്, ആർക്കിടെക്ചർ, ഡാറ്റ ഓർ ക്ലാസ് ഡിസൈന്. അപ്പോൾ ഇവിടെ ക്ലാസ് ബേസ്ഡ് എലമെൻറ്റ്സിലേക്ക് കണക്ഷൻ പോകുന്നത് ഡാറ്റ ഓർ ക്ലാസ് ഡിസൈനിലേക്കും ആർക്കിടെക്ചറൽ ഡിസൈനിലേക്കുമാണ്. ബിഹേവിയറൽ എലമെൻറ്റ്സിൻ്റെ കണക്ഷൻ പോകുന്നത് കമ്പോണൻറ്റ് ലെവൽ ഡിസൈൻ, അതേപോലെ ഇൻ്റർഫേസ് ഡിസൈനിലേക്കാണ്. പിന്നെ ക്ലാസ് ബേസ്ഡ് എലമെൻറ്റ്സിൽ നിന്ന് കമ്പോണൻറ്റ് ലെവൽ ഡിസൈനിലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. മറ്റേത് സിനാരിയോ ബേസ്ഡ് എലമെൻറ്റ്സ് നിന്ന് ഇൻ്റർഫേസ് ഡിസൈനിലേക്ക് കണക്ഷൻ പോകുന്നുണ്ട്. പിന്നെ ഫ്ലോ ഓറിയൻറ്റഡ് എലമെൻറ്റ്സ് നിന്ന് കമ്പോണൻറ്റ് ലെവൽ ഡിസൈൻ, ഇൻ്റർഫേസ് ഡിസൈൻ, ആർക്കിടെക്ചറൽ ഡിസൈൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മോഡലിംഗ് ചേർന്നിട്ടാണ് നമ്മളൊരു കംപ്ലീറ്റ് വോൾ സ്പെസിഫിക്കേഷനിലുള്ളൊരു ഡിസൈൻ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ റിക്വയർമെൻറ്റ്സ്, ട്രാൻസ്ലേറ്റിംഗ് ദ റിക്വയർമെൻറ്റ്സ് മോഡൽ ഇൻ ടു ദ ഡിസൈൻ മോഡൽ. അപ്പോൾ ഈ റിക്വയർമെൻറ്റ്സ് മോഡലിനെ ഒരു ഡിസൈനിങ് മോഡലിലേക്ക് മാറ്റുന്നതിൻ്റെ പ്രോസസ്സുകളും കണക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ കാണിച്ചിട്ടുള്ളത്. പിന്നെ 4 ഡിസൈൻ four designs the design phase produces are. അപ്പോൾ ഇതിൽ വരുന്ന 4 ഡിസൈനിങ് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ആ പിരമിഡ് പറഞ്ഞില്ല, അതാണ്. ഒന്ന് ഡാറ്റ ഓർ ക്ലാസ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ദ ഡാറ്റ ഓർ ക്ലാസ് ഡിസൈൻ സംടൈംസ് റെഫേർഡ് ടു ആസ് ഡാറ്റ ആർക്കിടെക്റ്റിംഗ് ട്രാൻസ്ഫോംസ് ക്ലാസ് മോഡൽസ് ഇൻ ടു ഡിസൈൻ ക്ലാസ് റിയലൈസേഷൻസ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്ലാസ് മോഡൽസിനെ ക്ലാസ് റിയലൈസേഷൻസ് അല്ലെങ്കിൽ അതൊരു സ്ട്രക്ചേർഡ് ആക്കി മാറ്റുന്നത് ഈ ഒരു സെക്ഷനിലാണ്. And the requisite data structures required to implement the software at a high level of abstraction. അതായത് ഒരു കസ്റ്റമർ വ്യൂവിൽ അല്ലെങ്കിൽ ഒരു യൂസർ വ്യൂവിൽ എന്ത് ചെയ്യാണ്, ഇതിനെ ഡിസൈൻ മോഡലിലേക്ക് മാറ്റുന്നത് ഈ ഒരു സ്റ്റെപ്പിലാണ്.
The objects and relationship defined in the class diagram and the detailed data content depicted by class attributes and other notation provide the basis for the data design action. അപ്പോൾ ക്ലാസ് ഡയഗ്രത്തിൽ പറഞ്ഞിട്ടുള്ള അവിടെ നമ്മൾ ആ ഡയഗ്രത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഒബ്ജക്റ്റ് റിലേഷൻഷിപ്പുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് അതേപോലെ അതിൽ വരുന്ന ആട്രിബ്യൂട്ടുകൾ ബാക്കിയുള്ള നൊട്ടേഷൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഡാറ്റ ഡിസൈൻ ആക്ഷൻ ഈ ഒരു സെക്ഷനിൽ നടക്കുന്നത്. പിന്നെ അടുത്തത് ആർക്കിടെക്ചറൽ ഡിസൈൻ ആണ്. ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈസ് കൺസേൺഡ് വിത്ത് ഡിസൈനിങ് ദ ഓവറോൾ സ്ട്രക്ചർ ഓഫ് സോഫ്റ്റ്വെയർ ഡിസൈൻ. സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൻ്റെ മൊത്തം ഓവറോൾ ഡിസൈനെയാണ് ഇവിടെ കൺസേൺ ചെയ്യുന്നത്. ഇറ്റ് ഡിഫൈൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മേജർ സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ഓഫ് ദ സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിൻ്റെ മേജർ സ്ട്രക്ചറൽ എലമെൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ, അതേപോലെ ആർക്കിടെക്ചറൽ സ്റ്റൈൽസ്, ഡിസൈൻ പാറ്റേൺസ്, റിക്വയർമെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻ പാറ്റേൺസ്, കൺസ്ട്രെയിൻസ്, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡിസൈനിങ് സെക്ഷനിലാണ് കൺസിഡർ ചെയ്യുന്നത്. അതാണ് ആർക്കിടെക്ചറൽ ഡിസൈൻ വരുന്നത്. പിന്നെ ഇൻ്റർഫേസ് ഡിസൈൻ ആണ്. ദ യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ഡിസ്ക്രൈബ്സ് ഹൗ ദ സിസ്റ്റം സോഫ്റ്റ്വെയർ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ഹ്യൂമൻസ് ഹു യൂസ് ഇറ്റ് ആൻഡ് വിത്ത് സിസ്റ്റംസ് ദാറ്റ് ഇൻ്ററോപ്പറേറ്റ് വിത്ത് ഇറ്റ്. അപ്പോൾ ഇതാണ് എന്ത് ഈ ഒരു ഫേസാണ് നമ്മളെ യൂസറുമായിട്ട് എങ്ങനെ നമ്മൾ സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കാൻ പോകുന്ന ഒരു സിസ്റ്റം ഇനിയിപ്പോൾ എംബഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് എങ്ങനെയാണ് നമ്മൾ സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഫേസാണ് ഇൻ്റർഫേസ് ഡിസൈൻ എന്ന് പറയുന്നത്. The usage scenarios and behavioral models provide much of the information required for interface design. അപ്പോൾ ഇൻ്റർഫേസ് ഡിസൈനിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മോഡൽസ് എന്ന് പറയുന്നത് യൂസേജ് സിനാരിയോസും ബിഹേവിയറൽ മോഡൽസുമാണ്. അടുത്തത് കമ്പോണൻറ്റ് ഡിസൈൻ ആണ്. കമ്പോണൻറ്റ് ഡിസൈൻ ലെവൽ ഡിസൈൻ ട്രാൻസ്ഫോം സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ഓഫ് ദ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ഇൻ ടു എ പ്രൊസീജിയറൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് സോഫ്റ്റ്വെയർ കമ്പോണൻറ്റ്സ്. അപ്പോൾ സ്ട്രക്ചറൽ ആർക്കിടെക്ചറിനെ ഒരു പ്രൊസീജിയറൽ സോഫ്റ്റ്വെയർ കമ്പോണൻറ്റ് ഡിസ്ക്രിപ്ഷൻ ആക്കി മാറ്റുന്നത് ഈ ഒരു ഡിസൈനിലാണ്. ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം ക്ലാസ് ബേസ്ഡ് മോഡൽസ്, ഫ്ലോ മോഡൽസ് ആൻഡ് ബിഹേവിയറൽ മോഡൽസ് സെർവ് ആസ് ദ ബേസിസ് ഫോർ കമ്പോണൻറ്റ് ഡിസൈൻ. അപ്പോൾ ഒരു സ്ട്രക്ചർ എന്ന് ഒരു കമ്പോണൻറ്റ് ലെവലിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നമ്മളെ ക്ലാസ് ബേസിൽ നിന്ന് കിട്ടുന്നതും അതേപോലെ ഫ്ലോ മോഡൽസിൽ നിന്ന് കിട്ടിയ ബിഹേവിയറൽ മോഡൽസിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കമ്പോണൻറ്റ് ഡിസൈൻ ചെയ്യുന്നത്. അതാണ് കമ്പോണൻറ്റ് ഡിസൈൻ എന്നുള്ളതിൽ വരുന്നത്. പിന്നെ ഒരു ഗുഡ് ഡിസൈനിങ്ങിന് വേണ്ട 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് താഴെ പറയുന്നത്. എന്തൊക്കെയാണ്? ദ ഡിസൈൻ മസ്റ്റ് ഇംപ്ലിമെൻറ്റ് ഓൾ ഓഫ് ദ എക്സ്പ്ലിസിറ്റ് റിക്വയർമെൻറ്റ്സ് കണ്ടെയ്ൻഡ് ഇൻ ദ റിക്വയർമെൻറ്റ്സ് മോഡൽ. റിക്വയർമെൻറ്റ്സ് മോഡലിലുള്ള എല്ലാ എക്സ്പ്ലിസിറ്റ് റിക്വയർമെൻറ്റ്സും ഇതിൽ ഈ ഡിസൈനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ എല്ലാ ഇംപ്ലിസിറ്റ് റിക്വയർമെൻറ്റ്സും സ്റ്റേക്ക് ഹോൾഡർ പറഞ്ഞിട്ടുള്ള എല്ലാ ഇംപ്ലിസിറ്റ് റിക്വയർമെൻറ്റ്സും ഇതിൽ അക്കോമഡേറ്റ് ചെയ്യണം. അതായത് സ്റ്റേക്ക് ഹോൾഡർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എക്സ്ട്രാ ഫീച്ചേഴ്സായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന റിക്വയർമെൻറ്റ്സും എല്ലാം നമ്മൾ ഡിസൈനിൽ എന്ത് ചെയ്യണം? ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അടുത്തത് ദ ഡിസൈൻ മസ്റ്റ് ബി റീഡ് ചെയ്യാൻ പറ്റണം. അണ്ടർസ്റ്റാൻഡബിൾ ഗൈഡ് ഫോർ ദോസ് ഹു ജനറേറ്റ് കോഡ് ഉണ്ടാക്കുന്നവർക്ക് മനസ്സിലാക്കുന്ന രീതിയിലാവണം. അതേപോലെ ടെസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ എന്ത് ചെയ്യണം? ഇത് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ദ ഡിസൈൻ ഷുഡ് പ്രൊവൈഡ് എ കംപ്ലീറ്റ് പിക്ചർ ഓഫ് ദ സോഫ്റ്റ്വെയർ. ഒരു സോഫ്റ്റ്വെയറിൻ്റെ കംപ്ലീറ്റ് പിക്ചർ ഈ ഡിസൈനിങ്ങിലൂടെ കിട്ടണം. അഡ്രസ്സിങ് അതിൽ എന്തൊക്കെ വരണം? ഡാറ്റ, ഫങ്ഷണൽ ആൻഡ് ബിഹേവിയറൽ ഡൊമൈൻസ് ഫ്രം ആൻ ഇംപ്ലിമെൻറ്റേഷൻ പെർസ്പെക്റ്റീവ്. അത് ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എങ്ങനെയാവും എന്നുള്ള ഒരു ഫുൾ കാഴ്ച നമുക്ക് ഈ ഒരു ഡിസൈനിങ്ങിലൂടെ കിട്ടണം. അപ്പോൾ ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് വന്നെങ്കിൽ ഇത് നല്ലൊരു ഡിസൈനാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഡിസൈൻ പ്രോസസ്സിൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്. അതായത് ഡിസൈൻ ഈസ് ദ പ്ലേസ് വെർ ക്വാളിറ്റി ഈസ് പ്രൊമോട്ടഡ് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സിൽ സോഫ്റ്റ്വെയറിൻ്റെ ഡിസൈനിങ്ങിലൂടെ നമുക്ക് ആ സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യാൻ പറ്റും? പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. Design provides you with a representation or models of software that can be accessed for quality. Design is the only way that you can accurately translate stakeholders' requirements into a finished software product or system. അപ്പോൾ ഒരു സ്റ്റേക്ക് ഹോൾഡറിൻ്റെ റിക്വയർമെൻറ്റ്സിനെ ഒരു കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസൈനിങ്ങിലൂടെ കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ ബ്ലൂ പ്രിൻറ്റ്സ് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്, കൊണ്ടുവരാൻ പറ്റും. The following quality guidelines can be used to serve as software quality criteria. A design should exhibit an architecture that അപ്പോൾ ഡിസൈനിങ്ങിൽ വരുന്ന ആർക്കിടെക്ചർ എങ്ങനെയായിരിക്കണം? ഹാസ് ബീൻ ക്രിയേറ്റഡ് യൂസിങ് റെക്കഗ്നൈസബിൾ ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് ആൻഡ് പാറ്റേൺസ്. റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് ആൻഡ് പാറ്റേൺസ് വെച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഡിസൈൻ ആർക്കിടെക്ചർ ഫോളോ ചെയ്യേണ്ടത്.
is composed of components that exhibit good design characteristics. ഗുഡ് ഡിസൈൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കമ്പോണൻസ് ആയിരിക്കണം ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഇവല്യൂഷണറി ഫാഷനിലായിരിക്കണം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ എ ഡിസൈൻ ഷുഡ് ബി മൊഡ്യൂൾസ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, സബ്സിസ്റ്റംസ് ആയിട്ട്. പിന്നെ എ ഡിസൈൻ ഷുഡ് കണ്ടെയ്ൻ ഡിസ്റ്റിങ്ക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ, ആർക്കിടെക്ചർ, ഇൻ്റർഫേസസ് ആൻഡ് കമ്പോണൻസ്. ഓരോന്നും വേറെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്ത രീതിയിലുള്ള ഡിസൈൻ ആയിരിക്കണം. എ ഡിസൈൻ ഷുഡ് ലീഡ് ടു ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് ആർ അപ്രോപ്രിയേറ്റ് ഫോർ ദ ക്ലാസ്സസ് ടു ബി ഇംപ്ലിമെൻറ്റഡ്. ഓരോ ക്ലാസ്സിനും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് പറയുന്നത് ആൻഡ് ആർ ഡ്രോൺ ഫ്രം റെക്കഗ്നൈസബിൾ ഡാറ്റ പാറ്റേൺസ്. നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡാറ്റ പാറ്റേൺസ് വെച്ചിട്ടായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഡാറ്റ സ്ട്രക്ചർ ആവണം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചറിനനുസരിച്ചുള്ള ആ പ്രകാരമുള്ള ക്ലാസ് ആയിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണം, ഒരു എന്താ പറയുക, ഒരു കോമ്പാക്റ്റബിൾ ആവണം. അല്ലാതെ രണ്ട് രീതിയിലുള്ള ചെയ്താൽ ഒരിക്കലും ആ ഡിസൈനിങ് നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഡിസൈനിങ്ങിൽ ശ്രദ്ധിക്കുക. പിന്നെ എ ഡിസൈൻ ഷുഡ് ലീഡ് ടു കമ്പോണൻസ് ദാറ്റ് എക്സിബിറ്റ് ഇൻഡിപെൻഡൻറ്റ് ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്. ഒരു ഡിസൈനിങ്ങിലൂടെ ഓരോ കമ്പോണൻറ്റിനും അതിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവണം. ഒരിക്കലും അതൊരു ഇൻ്ററപ്ഷൻ വരാൻ പാടില്ല. ഒരു ഫങ്ഷനും മറ്റൊരു ഫങ്ഷനും തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഓരോ കമ്പോണൻറ്റിനും എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. എ ഡിസൈൻ ഷുഡ് ലീഡ് ടു ഇൻ്റർഫേസസ് ദാറ്റ് റെഡ്യൂസ് ദ കോംപ്ലക്സിറ്റി ഓഫ് കണക്ഷൻസ് ബിറ്റ്വീൻ കമ്പോണൻസ് ആൻഡ് വിത്ത് എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റ്. ഒരു ഡിസൈനിങ്ങിലൂടെ നമുക്ക് ഇൻ്റർഫേസിൽ വരുന്ന കോംപ്ലക്സിറ്റി എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് കമ്പോണൻസും എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റ്സും തമ്മിലുള്ള ആ ഒരു കോംപ്ലക്സിറ്റി നമ്മൾ പെട്ടെന്നൊരു ഇൻ്റർഫേസ് ഡെവലപ്പ് ചെയ്ത് അത് നമ്മളൊരു പുറത്തുള്ളൊരു എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ എ ഡിസൈൻ ഷുഡ് ബി റെപ്രസെൻറ്റഡ് യൂസിങ് എ നൊട്ടേഷൻ ദാറ്റ് ഇഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ്സ് ഇറ്റ്സ് മീനിങ്. അപ്പോൾ ഒരു ഡിസൈനിങ് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള മീനിങ് നമുക്ക് പറഞ്ഞു തരുന്ന രീതിയിലുള്ള നൊട്ടേഷൻസ് ആയിരിക്കണം നമ്മൾ ഡിസൈനിങ്ങിൽ യൂസ് ചെയ്യേണ്ടത്. പിന്നെ താഴെ പറയുന്നത് സോഫ്റ്റ്വെയർ ക്വാളിറ്റി ആട്രിബ്യൂട്ടുകളാണ്. നമുക്കതിനെ ചുരുക്കിയിട്ട് FURPS എന്ന് പറയാം. ഫങ്ഷനാലിറ്റി, യൂസബിലിറ്റി, റിലയബിലിറ്റി, പെർഫോമൻസ്, സപ്പോർട്ടബിലിറ്റി. അപ്പോൾ ഇത് ഓരോന്നും പറയുന്നുണ്ട് എന്താ ചെയ്യുന്നത് എന്ന്. ഫങ്ഷനാലിറ്റി ഈസ് ആക്സസ്ഡ് ബൈ ഇവാലുവേറ്റിംഗ് ദ ഫീച്ചർ സെറ്റ് ആൻഡ് കാപ്പബിലിറ്റീസ് ഓഫ് ദ പ്രോഗ്രാം. ഫങ്ഷനാലിറ്റി ആക്സസ് ചെയ്യുന്നത് നമ്മൾ ഫീച്ചർ സെറ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ടും അതേപോലെ പ്രോഗ്രാമിൻ്റെ കാപ്പബിലിറ്റീസ് നോക്കിയിട്ടും. പിന്നെ അതേപോലെ ദ ജനറാലിറ്റി ഓഫ് ദ ഫങ്ഷൻസ് ദാറ്റ് ആർ ഡെലിവർ ചെയ്ത ഫങ്ഷനാലിറ്റീനെ നോക്കിയിട്ട് ആൻഡ് ദ സെക്യൂരിറ്റി ഓഫ് ഓവറോൾ സിസ്റ്റം, മൊത്തം സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റിയും ഫങ്ഷനിങ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മളിത് ആക്സസ് ചെയ്യുന്നത്. അടുത്തത് യൂസബിലിറ്റി ആണ്. യൂസബിലിറ്റി ഈസ് ആക്സസ്ഡ് ബൈ കൺസിഡറിങ് ഹ്യൂമൻ ഫാക്ടേഴ്സ്, ഓവറോൾ ഈസ്തെറ്റിക്സ്, കൺസിസ്റ്റൻസി ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ മൊത്തം ഹ്യൂമൻ ഫാക്ടർ, കൺസിസ്റ്റൻസി ഒക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ യൂസബിലിറ്റി ആക്സസ് ചെയ്യുന്നത്. റിലയബിലിറ്റി ഈസ് ഇവാലുവേറ്റഡ് ബൈ മെഷറിംഗ് ദ ഫ്രീക്വൻസി ആൻഡ് സിവിയറിറ്റി ഓഫ് ഫെയിലിയർ. എത്രത്തോളം ഇത് ഫെയിലർ ആവാനുള്ള സിവിയറിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഉണ്ട് എന്നുള്ള മെഷർമെൻറ്റിലൂടെയാണ് റിലയബിലിറ്റി ഉറപ്പ് വരുത്തുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചെക്ക് ചെയ്യുന്നതാണ് ദ അക്യുറസി ഓഫ് ഔട്ട്പുട്ട് കിട്ടുന്നത് റിസൾട്ടിൻ്റെ അക്യുറസി, ദ മീൻ ടൈം ടു ഫെയിലിയറിൻ്റെ മീൻ ടൈം, ദ എബിലിറ്റി ടു റിക്കവർ ഫ്രം ഫെയിലിയറിന് റിക്കവർ ചെയ്യാനുള്ള എബിലിറ്റി ആൻഡ് ദ പ്രെഡിക്റ്റബിലിറ്റി ഓഫ് ദ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിന് പ്രഡിക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രയാണ്, അത് വെച്ചിട്ടാണ് റിലയബിലിറ്റി എന്നുള്ള ഫാക്ടർ മെഷർ ചെയ്യുന്നത്. പിന്നെ പെർഫോമൻസ് ആണ് മെഷേർഡ് ബൈ കൺസിഡറിങ് പ്രോസസ്സിംഗ് സ്പീഡ്. നമുക്കറിയാം എത്ര വേഗം നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നുണ്ട്, റെസ്പോൺസ് ടൈം, റിസോഴ്സ് കൺസപ്ഷൻ, ത്രൂപുട്ട്, എഫിഷ്യൻസി, ഇതെല്ലാം പെർഫോമൻസ് കാണിക്കുന്നതാണ്. പിന്നെ സപ്പോർട്ടബിലിറ്റി കമ്പൈൻസ് ദ എക്സ്റ്റെൻസിബിലിറ്റി, എത്രത്തോളം നമുക്കിതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, അഡാപ്റ്റബിലിറ്റി, എല്ലാ എൻവിറോൺമെൻറ്റിലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ, സർവീസബിലിറ്റി. ദീസ് 3 അട്രിബ്യൂട്ട്സ് റെപ്രസെൻറ്റ്സ് എ മോർ കോമൺ ടേം മെയിൻറ്റെയിനബിലിറ്റി. ഇത് മൂന്നും ചേർന്നിട്ട് നമുക്ക് മെയിൻറ്റെയിനബിലിറ്റി എന്ന് പറയാം.
ടെസ്റ്റബിലിറ്റി, കോമ്പാക്റ്റബിലിറ്റി, കോൺഫിഗറബിലിറ്റി ഇതൊക്കെ അതിൽ വരുന്നതാണ്. ദ ഈസ് വിത്ത് വിച്ച് എ സിസ്റ്റം ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ആൻഡ് ദ ഈസ് വിത്ത് വിച്ച് പ്രോബ്ലംസ് ക്യാൻ ബി ലോക്കലൈസ്ഡ്. എത്രത്തോളം ഈസി ആയിട്ട് നമുക്ക് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, എത്രത്തോളം ഈസിയർ ആയിട്ട് നമുക്ക് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റും, ലോക്കലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് സപ്പോർട്ടബിലിറ്റിയുടെ.